ഹായ്. വെയിറ്റ് ഇന്ന് ഇന്റർവ്യൂ പറയുന്നത് ഇന്ന് ഞാൻ പറയാം. പറ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മൾ ഇന്നൊരു ഫുൾ ചിക്കൻ പൊരിക്കാൻ പോവാം. ഇനി പറഞ്ഞു. അപ്പം പൊരിക്കുമല്ല, ഷവായി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളിത് മസാലയൊക്കെ ചേർത്ത് നമുക്കിന്ന് ഒരു ഫുൾ ഷവായ, അതായത് കുക്കറിനകത്ത് ഞാൻ റെസിപ്പി നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് വരഞ്ഞെടുക്കണം. അതായത് ഈ മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വരഞ്ഞെടുത്താൽ മാത്രമേ പിടിക്കത്തുള്ളൂ. കണ്ട ഇങ്ങനെ കണ്ടം കുണ്ടം അങ്ങ് വരയണമെന്ന് കണ്ടോ, ഇതേ രീതി വരഞ്ഞെടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ നോക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കി പൊടികളും കൂടെ ഇട്ട് ഇത് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വാരി ഇവനെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്യണം. അപ്പം നമുക്കിത് മസാല ആക്കാൻ വേണ്ടുന്ന സാധനങ്ങള്: കുഞ്ഞുള്ളി, കൊച്ചുള്ളി, വെളുത്തുള്ളി അരി ഇങ്ങോട്ടിത്, പച്ചമുളക്, ഇഞ്ചി. പിന്നെ പൊടികളുണ്ട്, നമുക്കിടാൻ പൊടികള്. ഇതിനകത്ത് ഇടേണ്ട പൊടികള്: മഞ്ഞപ്പൊടി, 2 മാഗി ക്യൂബ്, ഓപ്ഷണലാ, വേണേട്ടാ കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. ഇനി വല്ലതും ഉണ്ടോ ഇടാൻ? മുളക് പൊടി, കുറച്ച് മുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വടുക അരച്ചോണ്ട് വരാം. അപ്പോഴേ ഒരു കാര്യം മറന്നുപോയായിരുന്നു, ഉപ്പിടണമായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് മസാല നമ്മള് ചിക്കനകത്തോട്ട് വാരിപ്പൊത്താൻ പോവുക. വേണ്ടേ, നന്നായിട്ട് ഇത് ചിക്കനകത്തോട്ട് ഇത് നന്നായിട്ട് മസാല വാരി പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിത് കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഒരു വിസിൽ വേവിച്ചെടുക്കാം. അപ്പൊ വിസിൽ വന്നിട്ട് നമുക്കിത് ഓഫ് ആക്കാം. അപ്പൊ നമ്മളിത് കുക്കറിനകത്തുനിന്ന് ഒരു വിസിൽ കേട്ടതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം, അതിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫ്രൈ ആയിട്ട് വരട്ടെ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് കേട്ടോ. അതായത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. പിന്നെ ചുവന്നുള്ളിയും പിന്നെ നമ്മൾ വെളുത്തുള്ളിയും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അധികമായിട്ട് അതിനകത്ത് മാഗി ക്യൂബ് മാത്രം ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ചേർത്താൽ മതി. വേണമെങ്കിൽ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതല്ലേ, ഇപ്പം ഷവായ ചിക്കൻ എന്ന് പറയാം, ചിക്കൻ ഷവായ എന്ന് പറയാം. പിന്നെ ഞങ്ങള് പുതുതായിട്ടൊരു പേരിട്ടിട്ടുണ്ട്, ആദിനാടൻ ഷവായ. വെറുതെ കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആ മാഗി ക്യൂബ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാഗി ക്യൂബ് വേണമെന്നേ ഇല്ല, ഓപ്ഷണൽ ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് മയോണൈസില്, കുറച്ച് കെച്ചപ്പില്, കുറച്ച് മയോണൈസില്, അടിപൊളിയാട്ടോ. ചിക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് നല്ല ഇളകി വന്നിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.